Hi all, good evening and welcome back. അപ്പോൾ MPCE 022ന്റെ സെക്കൻഡ് ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. മിക്കവാറും ഇന്ന് തീരുമെന്നാണ് തോന്നുന്നത്. ആക്ച്വലി ഇച്ചിരി വയ്യാതിരിക്കുകയാണ്, അതുകൊണ്ട് ഞാൻ ഇന്ന് ക്ലിനിക്കിലൊന്നും പോയില്ല. ലാബ് എടുത്തു, എക്സ്പെന്നും ഒന്നും എടുക്കാനാണ് ഞാൻ വന്നത്. ഇന്ന് തീരെ പോയില്ല, പോവാന്ന് വിചാരിച്ചു, ബട്ട് ഐ വാസ് നോട്ട് ഫീലിംഗ് വെൽ, സോ പോയില്ല, റെസ്റ്റ് എടുക്കുകയായിരുന്നു. അതുകൊണ്ട് എക്സ്പെൻ ഇല്ല, പ്രസന്റ് ചെയ്യാൻ അങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. ആൻഡ് ലൈവിൽ കുറച്ച് പേരെ ഉണ്ടാവാറുണ്ടെങ്കിലും ഒത്തിരി പേര് വീഡിയോ കാണുന്നുണ്ടെന്നും വീഡിയോക്ക് നല്ല അഭിപ്രായങ്ങളൊക്കെ പേഴ്സണലി തന്നെ മെസ്സേജ് അയച്ച് എല്ലാവരും പറയുന്നുണ്ട്. വളരെയധികം സന്തോഷം. അപ്പൊ നമ്മൾ MPCE 022 അസസ്മെന്റ് ഇൻ കൗൺസിലിംഗ് ആൻഡ് ഗൈഡൻസ് ആണ് നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്. അതായത് അസസ്മെന്റ് എന്താണ് നമ്മൾ വളരെ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. ഇനി പറയാൻ പോകുന്നത് മെത്തേഡ് ഓഫ് അസസ്മെന്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഒരു മെത്തേഡ് ഓഫ് അസസ്മെന്റ് എന്ന് പറയുന്നത് ഇന്റർവ്യൂ മെത്തേഡ് ആണ്. ഇന്റർവ്യൂ എന്താണ്, മൂന്ന് ടൈപ്പ് ഇന്റർവ്യൂ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞു. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് ഞാൻ പറയാൻ പോകുന്നത്, ഒബ്സർവേഷൻ. എപ്പോഴും അസസ്മെന്റ് ചെയ്യുമ്പം നമുക്ക് അവരുടെ അടുത്ത് നിന്ന് ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് മാത്രം നമുക്ക് എന്ത് കിട്ടത്തില്ല, ഫുൾ ഡാറ്റാസ് ഒന്നും കിട്ടത്തില്ല. ഒബ്സർവേഷൻ, ഈവൻ ഒരു പേഷ്യന്റ് കൗൺസിലിംഗിന് ഒരു പേഷ്യന്റ് നമ്മളെ അടുത്തേക്ക് വരുന്ന സമയത്ത് അവർ പറയുന്നത് വെച്ച് മാത്രം നമുക്ക് കിട്ടത്തില്ല. നമ്മൾ അവരുടെ ഡ്രസ്സിങ്ങും ഗ്രൂമിങ്ങും മുതൽ അവരുടെ തോട്ട് കണ്ടന്റ് മുതൽ എല്ലാം, അവരുടെ നോൺ വെർബൽ ക്യൂസ്, ഗെസ്റ്റർ, പോസ്ചർ, ഇതൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. അതായത് അസസ്മെന്റ് ഇസ് ഓൾവേസ് ഹോളിസ്റ്റിക് ആണ്. അതായത് ഒരു ഭാഗം മാത്രം നോക്കിയിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല, ഒരു കംപ്ലീറ്റ് അസസ്മെന്റ് കിട്ടണം. അപ്പൊ രണ്ടാമത്തെ അസസ്മെന്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഒബ്സർവേഷൻ മെത്തേഡ് ആണ്. ഏറ്റവും നല്ലൊരു മെത്തേഡ് എന്ന് പറയാം. ഒബ്സർവ് ചെയ്ത് നമുക്ക് പലതും കിട്ടും. അപ്പം ഒരാളെ നമ്മൾ ഒബ്സർവ് ചെയ്ത് അതിലൂടെ അയാളെ ബിഹേവിയർ അളക്കുന്ന അല്ലെങ്കിൽ ബിഹേവിയർ മനസ്സിലാക്കുന്ന പ്രക്രിയക്കാണ് നമ്മൾ ഒബ്സർവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ഒബ്സർവേഷൻ മെത്തേഡിൽ ഒരുപാട് ടൈപ്സ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഒബ്സർവേഷൻ എന്താ നോക്കാം. ഒബ്സർവേഷൻ മെത്തേഡ് ഇസ് എ ഫണ്ടമെന്റൽ ടെക്നിക് ഓഫ് ദ ഡാറ്റ കളക്ഷൻ. ഡാറ്റ കളക്ഷൻ ഒരു ഫണ്ടമെന്റൽ ടെക്നിക് തന്നെയാണ് ഒബ്സർവേഷൻ. It refers to watching and listening to the behavior of the client over time without manipulating and controlling it. നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാതെ, നമ്മളുടെ ഒരു കൺട്രോൾ ഇല്ലാണ്ട് നമ്മൾ ഇരുന്നിട്ട് അവരുടെ എന്താ പറയാ ബിഹേവിയർ വാച്ച് ചെയ്യുക, അവർ പറയുന്നത് കേൾക്കുക, ലിസൺ ചെയ്യുക, ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും ഒബ്സർവേഷനിൽ സംഭവിക്കുന്നത്. ഇറ്റ് ഓൾസോ റെക്കോർഡ്സ് ഫൈൻഡിങ് ഇൻ വിച്ച് ദാറ്റ് അലോ സം ഡിഗ്രി ഓഫ് അനാലിറ്റിക് ഇന്റർപ്രിട്ടേഷൻ ആൻഡ് ഡിസ്കഷൻ. ഈ ഫൈൻഡിങ്സ് വെച്ചിട്ട് നമ്മൾ അനാലിറ്റിക് ആയിട്ട്, അതായത് സയന്റിഫിക്കലി ഇന്റർപ്രറ്റ് ചെയ്യാറുണ്ട്, ഡിസ്കഷൻ ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മള് ഒരു ഡാറ്റ കളക്ഷൻ മെത്തേഡിൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് ഒബ്സർവേഷൻ മെത്തേഡ്. അതായത് വാച്ച് ചെയ്യുക, ലിസൺ ചെയ്യുക, മറ്റൊരാളുടെ ബിഹേവിയർ, എന്നിട്ട് അത് നമ്മുടെ ഒരു കൺട്രോൾ അതിലുണ്ടാവില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അത് എന്ത് ചെയ്യാം, റെക്കോർഡ് ചെയ്യുക. അത് റെക്കോർഡ് ചെയ്തത് നമ്മൾ ചിലപ്പോൾ അനലിറ്റിക് ഇന്റർപ്രിട്ടേഷനും ഡിസ്കഷനും വേണ്ടി ഉപയോഗിക്കാറും ഉണ്ട്. അപ്പോൾ കൗൺസിലിങ്ങിനൊക്കെ വരുന്ന സമയത്ത് വെറും നമ്മൾ അവരുടെ ഇന്റർവ്യൂ അല്ലെങ്കിൽ വെറും അവർ പറയുന്ന കേട്ടിരിക്കും മാത്രം കേട്ടോ. ഈവൻ അവരുടെ ചെറിയ നോൺ വെർബൽ ക്യൂ, ചിലപ്പോൾ സങ്കടം ഇങ്ങനെ അടക്കി പിടിച്ച് നിൽക്കുന്നുണ്ടാവും. കരഞ്ഞോളൂ, ഇവിടെ നിന്നിട്ട് കരയാം എന്ന് പറയുമ്പോഴേക്കും പൊട്ടി പൊട്ടി കരയുന്നൊക്കെ കാണാറുണ്ട്. അപ്പൊ നമ്മളതിങ്ങനെ, അതാണ് അവരുടെ ഓരോ ഒബ്സർവേഷനും ഭയങ്കര, അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അവരുടെ എഫക്റ്റ് എന്ന് പറയുന്നത്, മൂഡ് എന്ന് പറയുന്നത് ലാസ്റ്റ് ശരിക്കും നമുക്ക് അളക്കാനുണ്ട്. ഓരോ സെഷനിലും, ഫോളോ അപ്പ് സെഷനിലും മൂഡും എഫക്റ്റും നമുക്ക് അളക്കാനുണ്ട്. മൂഡ് അവരോട് ചോദിക്കണം, അത് ഇന്റർവ്യൂവിലൂടെ ചോദിക്കുക എങ്ങനെ ഉണ്ടായിരുന്നു 2 ആഴ്ച, ഓക്കെ ആയിരുന്നു എന്നുള്ളതൊക്കെ ചോദിക്കുന്നത് മൂഡാണ്. എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നിലിരിക്കുമ്പോൾ അവരുടെ പിന്നെ ഇമോഷൻ എന്താണ്, സങ്കടമാണോ സന്തോഷമാണോ, അതൊക്കെ ഒബ്സർവ് ചെയ്യുമ്പോഴാണ്. മൂഡ് അവരോട് ചോദിക്കണം, 2 ആഴ്ച അവർ വീട്ടിലാണ്, എന്തായിരുന്നു, അല്ലെ 1 ആഴ്ച അവർ വീട്ടിലാണ്. പക്ഷെ എഫക്റ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യേണ്ടത്. അപ്പം സൈക്കോളജിയുടെ കേസിൽ ഒബ്സർവേഷൻ വളരെയധികം പ്രാധാന്യം തന്നെ ഉണ്ട്. അപ്പൊ ഇനി നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഒബ്സർവേഷൻസ് ആണ്. ഒത്തിരി ടൈപ്പ് ഉണ്ട്. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ, സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ, പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. ഇതാണ് മെയിൻ ആയിട്ടുള്ള 4 മെത്തേഡ്. അപ്പോൾ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊരു ആക്സിഡന്റ് നടക്കുന്നിടത്ത് പോയി ആക്സിഡന്റ് നടക്കുന്ന, നാച്ചുറൽ ആയിട്ട് നടക്കുകയാണ്, അവിടെ പോയി നിന്ന് അവിടെയുള്ള ആളുകളൊക്കെ ഒബ്സർവ് ചെയ്യണം. അതായത് നാച്ചുറൽ ആയിട്ട് നടക്കുന്ന ഒരു സംഭവത്തിന് അവിടെ പോയി നിന്ന് അവരെ ഒബ്സർവ് ചെയ്യുന്നത് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ആണ്. ഓക്കെ, ഒരു നാച്ചുറൽ ഇൻസിഡന്റ് നാച്ചുറൽ ആയിട്ട് നമ്മൾ ഒരു മാനിപ്പുലേഷൻ ഇല്ലാണ്ട് പോയി ഒബ്സർവ് ചെയ്യുന്നത് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. ഓക്കെ, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ഇസ് പെർട്ടിക്കുലർലി ഗുഡ് ഫോർ ഒബ്സർവിംഗ് സ്പെസിഫിക് സബ്ജക്ട്സ്. സ്പെസിഫിക്, അപ്പൊ ഞങ്ങൾക്ക് MSc-യിലൊക്കെ എന്തായിരുന്നു, ഒബ്സർവേഷൻ എന്നൊരു ടോപ്പിക് തന്നെ ഉണ്ടായിരുന്നു.
പലരും എന്റെ ഫ്രണ്ട്സ് ഒക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഈ ഭിക്ഷ യാചിക്കുന്നവരുടെ കാര്യങ്ങളായിരുന്നു ഒബ്സർവ് ചെയ്തത്. അതിനായിട്ട് ഒരു ബീച്ചിലൊക്കെ ഞാൻ പിന്നെ അന്ന് പ്രസവവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ പോയിട്ട് പാവം ഒബ്സർവ് ചെയ്തത് സെയിൽസ്മാൻമാരൊക്കെ ആയിരുന്നു. സെയിൽസ്മാൻമാരൊക്കെ പോയിട്ടാണ് ഒബ്സർവ്. അതിന് എളുപ്പമുള്ള പരിപാടിയാണ്, നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ആട്ടോ. അവിടെ പോയി നിന്ന് ഇങ്ങനെ ഒബ്സർവേഷൻ ഒരു ടെക്നിക്കായിട്ട് തന്നെ ഉണ്ടായിരുന്നു, നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. അവരുടെ ഒരു ടോപ്പിക് എടുത്തിട്ട് ഒബ്സർവ് ചെയ്യുകയാണ് ചെയ്യുക. ശരിക്കും അത് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആണ്, എന്നാലും നാച്ചുറലിസ്റ്റിക് ആണെന്ന് പറയാം. കാരണം നാച്ചുറൽ സെറ്റിംഗ്സിൽ പോയിട്ടാണ് ഒബ്സർവ് ചെയ്യുന്നത്. ഓക്കെ, ഇറ്റ് പ്രൊവൈഡ്സ് എക്കോളജിക്കലി വാലിഡ് റെക്കോർഡിംഗ് ഓഫ് നാച്ചുറൽ ബിഹേവിയർ. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷന്റെ പ്രത്യേകത എന്താ പറയുക? നാച്ചുറൽ ബിഹേവിയർ അവർ പോലും അറിയില്ല അവരെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരുടെ നാച്ചുറൽ പ്രത്യേകം എന്താ പറയുക, ഒരാൾ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറും. ഒന്നും വേണ്ട, കല്യാണ വീട്ടില് ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുമ്പം വീഡിയോ പിടുത്തക്കാരൻ എന്താണ് വീഡിയോഗ്രാഫർ വന്നു കഴിഞ്ഞാല് അപ്പൊ നമ്മള് വളരെ മാന്യമായിട്ടിരുന്ന് കഴിക്കും അല്ലെ. അപ്പൊ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷന്റെ പ്രത്യേകത എന്താ? നാച്ചുറൽ ബിഹേവിയർ ഒപ്പിയെടുക്കാൻ വേണ്ടി പറ്റും. സ്പോണ്ടേനിയസ് ബിഹേവിയർ ആർ മോർ ലൈക്ലി ടു ഹാപ്പൻ. സ്പോണ്ടേനിയസ് ബിഹേവിയർ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പം ഒരാൾ അറിയുന്നില്ല, നമ്മളാളെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, പെട്ടെന്ന് അവിടെ ഒരു കുഞ്ഞ് താഴെ വീഴാണ്. അപ്പോഴത്തേനും ഇയാൾ ഓടി വന്ന് എടുക്കുവോ, ഇയാളുടെ ആ സ്പോണ്ടേനിയസ് സാധനം പോലും നമുക്ക് പിക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പെസിഫിക് സബ്ജക്റ്റിനെ നമുക്ക് ഒബ്സർവ് ചെയ്യണമെങ്കിൽ ഏറ്റവും നല്ലത് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ആണ്. അത് ഇക്കോളജിക്കലി വാലിഡ് ആണ്. അത് നാച്ചുറൽ ബിഹേവിയർ നമുക്ക് ഒപ്പിയെടുക്കാൻ വേണ്ടി പറ്റും. അതുപോലെ സ്പോണ്ടേനിയസ് ബിഹേവിയറും നമുക്ക് അപ്പൊ ചെയ്യുന്ന സ്പോണ്ടേനിയസ് ആയിട്ട് ചെയ്യുന്ന ബിഹേവിയർ ഒക്കെ നമുക്ക് ഒപ്പിയെടുക്കാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ടൈപ്പ് നാച്ചുറലിസ്റ്റിക് ബിഹേവിയർ. നാച്ചുറൽ സെറ്റിംഗ്സിൽ ഒരു മാനിപ്പുലേഷനും ഇല്ലാതെ നമ്മൾ സ്പെസിഫിക് സബ്ജക്റ്റിനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ ഓക്കെ ആണോ? പറഞ്ഞേ. ഇനി ഒരു സ്ട്രക്ചേർഡ് ആയിട്ട്, അതായത് എക്സ്ട്രീനിയസ് ഫാക്ടേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്ത്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാനൊരു സ്ഥലത്ത് ഞാനായിട്ടൊരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത് വേറെ ആരും അങ്ങോട്ട് വരാൻ വേറെ ആരെയും അവിടേക്ക് വരുത്തിക്കാതെ ഞാൻ തന്നെ കൺട്രോൾ ചെയ്ത് സെറ്റപ്പ് ഇട്ടിട്ട് ഞാൻ ഉദ്ദേശിച്ച ആളെ കൊണ്ട് എത്തിച്ചിട്ട് അയാൾ എന്തൊക്കെ ബിഹേവ് ചെയ്യുന്നുണ്ടെന്നോ അളക്കുകയാണെങ്കിൽ അത് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. അവിടെ allows control of extraneous factors and the reliability of result can be tested by repeating the study. സ്റ്റഡി റിപ്പീറ്റ് ചെയ്യാനൊക്കെ പറ്റും. അതായത് നമ്മുടെ കൺട്രോളിലാണ് അത് ഉണ്ടാവുക. ഇറ്റ് പ്രൊവൈഡ്സ് എ സേഫ് എൻവയോൺമെന്റ് ടു സ്റ്റഡി കോണ്ടന്റീഷ്യസ് കൺസെപ്റ്റ് സച്ച് ആസ് ഇൻഫന്റ് അറ്റാച്ച്മെന്റ്. കേട്ടോ, ഇൻഫന്റ് അറ്റാച്ച്മെന്റ്, ഒരു ആക്സിഡന്റ് ആയ ആളുകൾ എങ്ങനെ ബിഹേവ് ചെയ്യും, അങ്ങനത്തെ ഒക്കെ കൺട്രോൾ ചെയ്തിട്ട്, അതായത് എക്സ്ട്രീനിയസ് ഫാക്ടേഴ്സിനൊക്കെ കൺട്രോൾ ചെയ്തിട്ട് നമ്മുടെ കൺട്രോളിലാണ് ഒരു ഒബ്സർവേഷൻ നടക്കുന്നതെങ്കിൽ അതിന് സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ എന്നാണ് പറയുക. ഓക്കെ ആണോ? സ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ. ഇനി അൺസ്ട്രക്ചേർഡ് ആണ് വരുന്നത്. ഗിവ്സ് എ ബ്രോഡ്, അതായത് സ്ട്രക്ചേർഡ് കൃത്യം നമുക്ക് എന്തൊക്കെ ഒബ്സർവ് ചെയ്യണം എന്നൊക്കെ സ്ട്രക്ചർ ചെയ്ത് നമ്മൾ കൊണ്ടുപോകുന്നുണ്ടാവും കേട്ടോ. കറക്റ്റ് എന്തൊക്കെ ഒബ്സർവ് ചെയ്യണം, എന്തൊക്കെ കാര്യങ്ങൾ നോട്ട് ചെയ്യണം എന്നൊക്കെ നമ്മുടെ കയ്യിൽ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽ ഉണ്ടാവും. ഇനി അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ഗിവ്സ് എ ബ്രോഡ് ഓവർവ്യൂ ഓഫ് എ സിറ്റുവേഷൻ ജസ്റ്റ് ലൈക്ക് നാച്ചുറൽ ഒബ്സർവേഷൻ പോലെയാണ്. യൂസ്ഫുൾ വെർ സിറ്റുവേഷൻ സബ്ജക്ട് മാറ്റർ ടു ബി സ്റ്റഡീഡ് ഇസ് അൺക്ലിയർ. അൺക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് മോർ ലൈക്ക് നാച്ചുറലിസ്റ്റിക് ഒബ്സർവേഷൻ. ഒരു അൺക്ലിയർ ആയിട്ടുള്ള കാര്യമാണ് നമുക്ക് പഠിക്കേണ്ടെങ്കിൽ അവിടെ അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ആണ്. അതായത് സിറ്റുവേഷനെ പറ്റിയ ഓവർവ്യൂ നമുക്ക് നന്നായിട്ട് കിട്ടും. കാരണം അൺസ്ട്രക്ചേർഡ് ആണ്. നാച്ചുറലിസ്റ്റിക് പോലെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സംഭവമാണ്. അപ്പൊ നമ്മൾ ഒബ്സർവ് ചെയ്യാണ്. അവിടെ ഒരു അൺക്ലിയർ മാറ്റർ നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചുകൂടെ വ്യക്തമായിട്ട് കിട്ടും അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷനിലൂടെ. അതായത് സിറ്റുവേഷനെ പറ്റി ബ്രോഡർ ആയിട്ടുള്ള ഒരു, ഇവിടെ നാച്ചുറലിസ്റ്റിക് എന്താ അറിയോ, നമ്മൾ ഉദ്ദേശിക്കുന്ന ആളെ പോയി നമ്മൾ പഠിക്കുകയാണ്. സ്പെസിഫിക് ഒരു സബ്ജക്റ്റിനെ പോയി പഠിക്കാനാണ് നാച്ചുറലിസ്റ്റിക്. ഇവിടെ അൺസ്ട്രക്ചേർഡ് വരുമ്പോഴോ ഒരു പെട്ടെന്ന് ഒരു സിറ്റുവേഷൻ ഉണ്ടാവാണ്, ഒരു അൺക്ലിയർ കാര്യം പഠിക്കാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ അവിടെ അൺസ്ട്രക്ചേർഡ്, സ്ട്രക്ചർ ഒന്നും നോക്കുന്നില്ല, അപ്പൊ സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒബ്സർവ് ചെയ്യുക. ഓക്കെ ആണോ? അൺസ്ട്രക്ചേർഡ് ഒബ്സർവേഷൻ ഓക്കെ ആണോ? നെക്സ്റ്റ് വൺ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ ആണ്. നമുക്കൊരു ആളെ പഠിക്കണം അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പിനെ പഠിക്കണമെങ്കിൽ ആ ഗ്രൂപ്പിൽ ഒരാളെ അംഗമായിട്ട് അവിടെ ഉള്ളവരെ പഠിക്കുകയാണെങ്കിൽ അതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എനിക്കിപ്പോ സെയിൽസ് മെന്നിനെ പറ്റിയിട്ട് പഠിക്കണം, അല്ലെങ്കിൽ സെയിൽസ് വുമനെ പറ്റിയിട്ട് പഠിക്കണം. അപ്പൊ ഞാനൊരു സെയിൽസ് വുമൻ ആയിട്ട് ജോയിൻ ചെയ്തു, അവരുടെ ഗ്രൂപ്പിൽ ഒരാളായിട്ട് മാറി, എന്നിട്ട് അവരെ പഠിക്കുകയാണെങ്കിൽ അതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് നമ്മൾ ഒബ്സർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്രൂപ്പിൽ നമ്മളൊരു പാർട്ടിസിപ്പന്റ് ആയി മാറിയ ശേഷം ആ ഒരു ഗ്രൂപ്പിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയാം. ഗിവ്സ് ആൻ ഇൻസൈഡേഴ്സ് വ്യൂ.
കേട്ടോ, ഇൻസൈഡേഴ്സ് വ്യൂ ആണ്. ആ ഗ്രൂപ്പിൽ നിൽക്കുമ്പോഴുള്ള ആ ഗ്രൂപ്പിന് ഇൻസൈഡ് നിൽക്കുമ്പോഴുള്ള വ്യൂ ആണ് നമുക്ക് കിട്ടുക. ശരിക്കും സെയിൽസ് വിമനെ നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ അവരുടെ ലൈഫ് ഒന്നും അവരുടെ ബിഹേവിയർ ഒന്നും നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അവരുടെ കൂട്ടത്തിൽ ഒരാളായി മാറുമ്പോഴാണ് അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റാം. Behaviors are less prone to misinterpretation because researcher is a participant. No, misinterpretation ഒന്നുമല്ല, because I'm a part of that group, so I know well what is happening. It provides opportunity. For example, ഒരു സെയിൽസ് വുമൻ അന്ന് ചിരിച്ചില്ല എന്ന് നമ്മളാണെങ്കിൽ എന്താണ്, ഇപ്പൊ നോൺ പാർട്ടിസിപ്പന്റ് ആണ്, അവർക്കെന്തോ ജാടയാണ്. പാർട്ടിസിപ്പന്റ് ആണെങ്കിലും എടോ തനിക്ക് എന്ത് വെച്ചാലും തീരെ ചിരിക്കുന്നില്ല, എനിക്ക് പീരിയഡ്സ് ക്രാമ്പ് ആണ്, എനിക്കിന്ന് തീരെ വയ്യ. കണ്ടോ, മിസ്ഇന്റർപ്രിട്ടേഷൻ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അത് ഗ്രൂപ്പിൽ നിൽക്കുന്നതിനെ കൂടെ നമുക്ക് അവരോട് പോയി ചോദിക്കാൻ പറ്റുന്നത്. പുറത്താണെങ്കിലും താനെന്താ ചിരിക്കാൻ നമുക്ക് പോയി ചോദിക്കാൻ പറ്റില്ല. അതാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷന്റെ പ്രത്യേകത. ആ ഗ്രൂപ്പിൽ നമ്മൾ നിൽക്കുന്നതിനെ കൊണ്ട് തന്നെ മിസ് ഇന്റർപ്രിട്ടേഷൻ ഒരു പരിധി വരെ നമുക്ക് ഒഴിവാക്കാം. It provides the opportunity for the researcher to become an accepted part of the environment. ആ ഒരു ഗ്രൂപ്പ് അവർ അക്സെപ്റ്റ് ചെയ്യും. The advantages of the observation method are that it removes any kind of artificiality. കാരണം ചിലപ്പം ആർട്ടിഫിഷ്യാലിറ്റി ഒക്കെ ആയിട്ടായിരിക്കും പുറത്തുള്ള ആരോട് അവർ പെരുമാറാം. പക്ഷെ അതിന്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇല്ലാതെ അവരുടെ ജീവിതം നമുക്ക് കറക്റ്റായിട്ട് ഒപ്പിയെടുക്കാൻ വേണ്ടി പറ്റും. It is one of the valid forms of assessment as it is direct and capable of analyzing the situation of വളരെ വാലിഡ് ആയിട്ടുള്ള ഒരു ഫോം ഓഫ് അസസ്മെന്റ് ആണ് ഈ ഒബ്സർവേഷനിൽ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് കിട്ടുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ വിചാരിക്കുന്ന ഗ്രൂപ്പില് ആ ഗ്രൂപ്പിൽ ഒരു അംഗമായ ഒരു പാർട്ടായ ശേഷം ആ ഗ്രൂപ്പിനെ നമ്മൾ അനലൈസ് അല്ലെങ്കിൽ ഒബ്സർവ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. വൺ ഓഫ് ദി പ്രൊമിനന്റ് ഒബ്സർവേഷൻ ടെക്നിക്കാണ് പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ. എന്റെ സാറ് എന്താ പറയാ, കൊൽക്കത്തയിൽ ഒരു റെഡ് സ്ട്രീറ്റിൽ അവിടെ നിന്ന് അവിടെ ഒരാളായി മാറിയിട്ട് അവരുടെ കുറെ കാര്യങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് അവരുടെ ഒരു പാർട്ടാവുമ്പോൾ അവരുടെ യഥാർത്ഥ ജീവിതം എന്താണെന്നും അവർ ആർട്ടിഫിഷ്യാലിറ്റി ഇല്ലാതെ അവരെ കൂടുതൽ മനസ്സിലാക്കാനൊക്കെ നമുക്ക് പറ്റും. ഓക്കെ ആണോ പറഞ്ഞേ, ഓക്കെ ആണോന്ന്? ഓക്കെ ആണോ? പാർട്ടിസിപ്പന്റ് ഒബ്സർവേഷൻ പറഞ്ഞേ. അപ്പൊ നമ്മൾ മെത്തേഡ്സ് ഓഫ് അസസ്മെന്റ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്റർവ്യൂ മെത്തേഡ് നമ്മൾ പറഞ്ഞു. രണ്ടാമത്തെ മെത്തേഡാണ് ഒബ്സർവേഷൻ മെത്തേഡ്. മൂന്നാമത്തെ മെത്തേഡാണ് ഇനി പറയാൻ പോകുന്നത് കേസ് സ്റ്റഡി മെത്തേഡ്. കേസ് സ്റ്റഡി മെത്തേഡിന് ഞാൻ ഏറ്റവും നല്ലൊരു ഉദാഹരണം പറഞ്ഞു കൊടുക്കാറുണ്ട് പെട്ടെന്ന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട്. ഗജിനി സിനിമ, നമ്മുടെ സൂര്യയും അസിനും നയൻതാരയും ഒക്കെ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ഗജിനി സിനിമ. ഗജിനി സിനിമയിൽ ഒരു റെയർ കേസായിരുന്നു നമ്മുടെ സൂര്യക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ നയൻതാര ആ കേസ് പഠിക്കുന്നുണ്ട്. അതൊരു കേസ് സ്റ്റഡിയാണ്. ഒരു പ്രത്യേക കേസ് എടുത്ത് ഇൻഡെപ്തില് അതിൽ ഇന്റർവ്യൂ ഉണ്ടാവും, കേസ് സ്റ്റഡി ഉണ്ടാവും, ചിലപ്പോൾ നമ്മള് ഇൻഫോർമൻസിന് അല്ലെ നയൻതാര സൂര്യനെ പറ്റി പഠിക്കുന്ന കണ്ടില്ലേ, സൂര്യയുടെ വീട്ടിൽ പോയി ചെക്ക് ചെയ്യുന്നു, അവന്റെ മെഡിക്കൽ റിപ്പോർട്ട്സ് പഠിക്കുന്നു അല്ലെ. ഇറ്റ്സ് എ കേസ് സ്റ്റഡി. ഓക്കെ, a case study is an in-depth investigation or analysis of a single person. ഒരാളെ നമ്മൾ ആഴത്തിൽ പഠിക്കുന്നതിനെയാണ് കേസ് സ്റ്റഡി മെത്തേഡ്. ഫ്രോയിഡിന്റെ എപ്പോഴും കേസ് സ്റ്റഡിയാണ്. ബിക്കോസ് ഫ്രോയിഡ് ആകെ 10-20 കേസാണ്. ഓരോരുത്തരും ഇൻഡെപ്ത് ആയിട്ടാണ് ഫ്രോയിഡ് പഠിച്ചിട്ടുള്ളത്. അപ്പൊ ചോദിക്കുകയാണെ, ഞാൻ ഫ്രോയിഡിന്റെ വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കണ്ടായിരുന്നോ? ഫ്രോയിഡിന്റെ വീഡിയോസ് കണ്ടായിരുന്നോ? ഫ്രോയിഡിന്റെ വീഡിയോസ് ആരെങ്കിലും? ഞാൻ വിശദമായിട്ടിട്ട വീഡിയോസ് ഉണ്ടായിരുന്നു. ഞാൻ ഗ്രൂപ്പിലും ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, പിന്നെ അടുത്ത സമയം കിട്ടിയില്ല. ഓക്കെ, എന്നാലും മനസ്സിലാവുന്നുണ്ടായിരുന്നു ഫ്രോയിഡിന്റെ ചരിത്രവും കാര്യങ്ങളൊക്കെ നന്നായിട്ട് അതില്. യെസ്, അതാ ഞാൻ വീണ്ടും കാണണം എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഫ്രോയിഡ് എപ്പോഴും കേസ് സ്റ്റഡിയാ ചെയ്തത്. ഒരു പേഷ്യന്റ് എടുത്തിൽ ഇൻഡെപ്തിൽ പഠിക്കുകയാണ് ചെയ്തത്. Counselor use case study to investigate in detail a specific situation or a person. A specific person അല്ലെങ്കിൽ specific situation ആണ് നമ്മൾ ഇൻഡെപ്തിൽ എടുത്ത് പഠിക്കുക. ഓക്കെ, അഗെയിൻ ഇൻഡെപ്ത് ഒരു മെത്തേഡായിരുന്നു ഞങ്ങൾക്ക് MSc ഉണ്ടായിരുന്നത്. ആ സമയത്ത് ഒരു എന്താ പറയാ എയ്ഡ്സ് പേഷ്യന്റിലായിരുന്നു ഞാൻ ഇൻഡെപ്ത് സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നത്. റയർ കേസാണല്ലോ. Case studies are often used in clinical cases or in situations when lab research is not possible or practical. Lab research possible അല്ല, പ്രാക്ടിക്കൽ അല്ലാത്ത കേസിലൊക്കെയാണ് നമ്മൾ ക്ലിനിക്കൽ കേസസ് കേസ് സ്റ്റഡിക്ക് എടുക്കാറുള്ളത്. അതായത് ഒരു കേസ് സ്റ്റഡിക്ക് എടുക്കാറുള്ള എപ്പോഴാണ്? ലാബ് റിസർച്ചും അല്ലെങ്കിൽ നമ്മുടെ കേസിൽ ലാബ് റിസർച്ച് ഒക്കെ വളരെ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ള സമയത്താണ് ആഴത്തിൽ പഠിക്കുക. ഒരാളെ അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സിറ്റുവേഷൻ ആഴത്തിൽ എടുത്ത് പഠിക്കുക എന്നുള്ളതാണ്. Typically, data are gathered from a variety of sources and by using several different methods. ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ടല്ല കേസ് സ്റ്റഡി, ഒത്തിരി മെത്തേഡ്.
അതായത് എക്സ്പെരിമെന്റ്സ് നടത്തും, ഇന്റർവ്യൂസ് നടത്തും, ക്വസ്റ്റിനേഴ്സ് കൊടുക്കും, അവരെ ഒബ്സർവ് ചെയ്യും, അവരുടെ ഡയറി വായിക്കും, സൈക്കോമെട്രിക് ടെസ്റ്റസ് വേണമെങ്കിൽ നടത്തും. എല്ലാം കൂടെ ചേർത്തിട്ടാണ് ഒരാളെ ഇൻഡെപ്തിൽ നമ്മൾ പഠിക്കുന്നത്. കേസ് സ്റ്റഡി ക്യാൻ ബി യൂസ്ഡ്, ക്യാൻ ബി ബേസ്ഡ് ഓൺ ഇൻഡിവിജ്വൽ, ഫാമിലി, സോഷ്യൽ ഗ്രൂപ്പ്, ഇവന്റ് ഓർ സീരീസ് ഓഫ് ഇവന്റ്. കേട്ടോ, ഒരാളെ നമുക്ക് പഠിക്കാം, ഒരു ഫാമിലിനെ എടുത്ത് പഠിക്കാം, ഒരു സോഷ്യൽ ഗ്രൂപ്പിനെ നമുക്ക് പഠിക്കാം, ഒരു ഇവന്റിന് നമുക്ക് പഠിക്കാം. നിങ്ങള് ജോളിയുടെ സീരീസ് കണ്ടായിരുന്നു, കറി ആൻഡ് സൈനൈഡ്. ലൈക്ക് അതൊരു നല്ലൊരു ഇവന്റ്, അല്ലെങ്കിൽ ആ ഒരു നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഫുള്ള് നെറ്റ്ഫ്ലിക്സിന്റെ ഒറിജിനൽ സീരീസ് ആണ് കറി ആൻഡ് സൈനൈഡ് എന്ന് പറഞ്ഞിട്ട്. നല്ല രീതിക്ക് ജോളിയുടെ ആ കാര്യങ്ങൾ കംപ്ലീറ്റ്ലി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. നല്ല ഹോംവർക്ക് ചെയ്തിട്ടാണ് ഒരു സീരീസ് ഉണ്ടാക്കിയിട്ട്, ഐ മീൻ ഒരു ഡോക്യുമെന്ററി ഉണ്ടാക്കിയിട്ടുള്ളത്. The case study research method originated in clinical medicine ലാണ്. The case history, that is the patient's personal history, idiographic method. ശരിക്കും ഇത് കേസ് സ്റ്റഡി റിസർച്ച് മെത്തേഡ് ശരിക്കും ക്ലിനിക്കൽ മെഡിസിൻ. എന്തോ പറഞ്ഞോളൂ. എക്സ്ക്യൂസ് മീ മാം, നമ്മൾ കൗൺസിലിംഗ് നമ്മൾ ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കേസ് സ്റ്റഡീസ് ഒന്നും ചെയ്യില്ലേ? നമ്മൾ ശരിക്കും ചെയ്യുന്ന കേസ് സ്റ്റഡി, അതാണ് പറഞ്ഞത്, നമ്മൾ ശരിക്കും ചെയ്യുന്നത് കൗൺസിലിംഗിൽ കേസ് സ്റ്റഡിയാണ്. 13 പേജുള്ള കേസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് കേസ് സ്റ്റഡിയാണ്. ഐ ഷോ യു. അതാണ് ഇപ്പൊ പറഞ്ഞത്, ഇയാൾ ചോദിക്കുമ്പോ തന്നെ അത് വന്നു. അതായത് നമ്മൾ ശരിക്കും ഒരു പേഷ്യന്റ് വരുമ്പോ ചെയ്യുന്നത് കേസ് സ്റ്റഡി തന്നെയാണ്. നമുക്ക് ഓരോ പേഷ്യന്റും എന്താ പറയാ യുണീക്ക് ആണല്ലോ. അതായത് ഒരു നമ്മൾ സൈക്കോളജിസ്റ്റുകൾ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ പോലെ വേറൊരു മനുഷ്യന്, അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യന്റെ രോഗം പോലെ വേറൊരു മനുഷ്യന് രോഗമില്ല. ആൻസൈറ്റി എന്ന് പറയുന്നത് 100 പേർക്ക് ആൻസൈറ്റി ഉണ്ടെങ്കിൽ 100 ആൻസൈറ്റി ആണത്. ഒരേ ആൻസൈറ്റി ഇല്ല. പിന്നെ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കലി കുറച്ച് സിംറ്റംസ് പറയുന്നു എന്നല്ലാതെ. അപ്പോ നമ്മുടെ കേസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്, കേസ് റിപ്പോർട്ട് എന്ന് പറയുന്നത് 13 പേജാണ് വരുന്നത്. ഈ 13 പേജും കേസ് സ്റ്റഡിയാണ് വരുന്നത്. ഓക്കെ, കാണിച്ചു തരാം ഞാൻ. ജസ്റ്റ് ഒന്ന് കാണിക്കാണ് കേട്ടോ. ഇതല്ല, ഇത് അഫാസ് വെൽനെസ്സിലെ കേസ് റിപ്പോർട്ടാണ്. ഇതൊരു കേസ് സ്റ്റഡിയാ. ഇത് നമ്മൾ കണ്ടില്ലേ, ആളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്, ഇൻഫോർമെന്റിന്റെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ട്, അവരുടെ ഹിസ്റ്ററി, പ്രസന്റ് ഇൽനെസിന് ഹിസ്റ്ററി, പാസ്റ്റ് സൈക്കാട്രിക് ഹിസ്റ്ററി. പാസ്റ്റ് സൈക്കാട്രിക് ഹിസ്റ്ററി ഒക്കെ നമ്മൾ ചുമ്മാ എഴുതി വെക്കില്ല. പാസ്റ്റ് സൈക്കാട്രിക് ഹിസ്റ്ററി എഴുതി വെക്കണമെങ്കിൽ പാസ്റ്റ് സൈക്കാട്രിക് ഹിസ്റ്ററി എടുക്കണമെങ്കിൽ അവരുടെ മെഡിക്കൽ റിപ്പോർട്ട് കൊണ്ടുവരാനാണ് നമ്മൾ പറയാ. അതായത് അവർ പറയാണ് പാസ്റ്റിൽ എനിക്കൊരു സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ടായിരുന്നു അവർ പറയുകയാണെങ്കിൽ നമ്മൾ പറയാ ചീട്ട് എടുത്തിട്ട് വരാനേ. ആ ചീട്ടും പ്രകാരമാണ് ഇത് എഴുതി വെക്കുക. കണ്ടോ, ഒരു സോഴ്സിൽ നിന്നല്ല. പാസ്റ്റ് ആൻഡ് കറണ്ട് മെഡിക്കൽ കണ്ടീഷൻ ചീട്ട് കൊണ്ടുവരാൻ പറയും. പേഴ്സണൽ ഹിസ്റ്ററി ചോദിക്കുക ആരോടാണ്? ഡെവലപ്മെന്റൽ ഹിസ്റ്ററി ഒക്കെ പാരന്റ്സിനോടാ ചോദിക്കുക. എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി പാരന്റ്സിനോടാണ് ചോദിക്കുക. ഫാമിലി കോൺഫ്ലിക്റ്റ് അവരോടും ചോദിക്കും, ഫാമിലിനോടും ചോദിക്കും. അങ്ങനെ മൊത്തം നമ്മൾ എടുക്കുന്നത് കേസ് സ്റ്റഡി തന്നെയാണ്. കണ്ടോ, അവരുടെ ഡ്രസ്സിങ്ങും ഗ്രൂമിങ്ങും എല്ലാം. സർ മാഡം, ഈ ക്ലിനിക്കലിലും മാഡം പറഞ്ഞ പോലെ ഈ 13 ഷീറ്റ് കേസ് ഹിസ്റ്ററി ഉണ്ടാവില്ലേ? രണ്ടിലും ഒരേപോലെയാണ് വരുന്നത്. ഓക്കെ. ഇപ്പൊ എന്താ പ്രത്യേകത? ക്ലിനിക്കലിൽ വരുന്നത് ശരിക്കും ഇൻസൈറ്റ് ഇല്ലാത്ത പേഷ്യന്റ് ആണ്. ശ്രദ്ധിക്കണേ. അതായത് തനിക്ക് എന്താണ് രോഗം എന്ന് അറിയാത്തവരാണല്ലോ മാനസിക രോഗികളായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. അതായത് അവർക്ക് എന്താ പ്രശ്നം എന്ന് അവർക്കറിയാലോ. സ്കിസോഫ്രീനിയോ അല്ലെങ്കിൽ ഒരു സിവിയർ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് അവർക്ക് എന്താ പ്രശ്നം എന്ന് പോലെ, മാനിയ ഡിപ്രഷൻ പോലെയുള്ളതൊക്കെ വരുന്നത്. അപ്പൊ ഇൻസൈറ്റ് ഇല്ലാത്ത രോഗികളോട് നമുക്ക് ഇവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഇൻസൈറ്റ് ഇല്ലാത്തവരോട് നമുക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ വളരെ കുറച്ചായിരിക്കും കിട്ടുക. അതായത് ഹിസ്റ്ററി, പ്രസന്റ് ഇൽനെസ്, അതുപോലെ അവരുടെ ചിലപ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ല അവരുടെ പാസ്റ്റുള്ള കാര്യങ്ങളൊക്കെ. അപ്പൊ ഇൻസൈറ്റ് ഇല്ലാത്തവർക്ക് നമുക്ക് കേസ് ഹിസ്റ്ററി കുറവായിരിക്കും. MSc ആണ് കൂടുതൽ. അതായത് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ആണ് നമ്മൾ കൂടുതൽ എടുക്കുക. അവർക്ക് ഓറിയന്റേഷൻ ഉണ്ടോ, അപ്പിയറൻസ് എങ്ങനെയാണ്. ഇപ്പൊ സ്കിസോഫ്രീനിയോ ഡിപ്രഷനോ ഒക്കെ ആണെങ്കിൽ പേഴ്സണൽ ഹൈജീൻ ഒക്കെ വളരെ കുറവായിരിക്കും. അപ്പൊ ഒരു മാനസിക രോഗിയാവുന്ന സമയത്ത് നമ്മൾ കൂടുതലും മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ ആണ് നടത്താം. ഉണ്ടോ, മൂഡ്, എഫക്റ്റ്, അതുപോലെ തന്നെ ലെവൽ ഓഫ് കോൺഷ്യസ്നെസ്, ബോധം ഉണ്ടോ, അതുപോലെ തന്നെ ഓറിയന്റേഷൻ, സ്ഥലകാല ബോധം ഉണ്ടോ, അറ്റൻഷൻ ഉണ്ടോ. ഓക്കെ മാം, സൈക്യാട്രിക് ഹിസ്റ്ററി ഉള്ള ഒരു പേഷ്യന്റിനെ നമുക്ക് എടുക്കാൻ പറ്റുമോ? സൈക്യാട്രിക് ഹിസ്റ്ററി ഉള്ള പേഷ്യൻസിനെ ഞാൻ ട്രീറ്റ് ചെയ്യില്ല. ബിക്കോസ് ഐ എം എ ക്ലിനിക്കൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്. ഞാൻ ഇൻസൈറ്റ് ഉള്ള പേഷ്യൻസിനെ മാത്രമാണ് ട്രീറ്റ് ചെയ്യുന്നത്. ഇൻസൈറ്റ് ഇല്ലാത്തവരെ എനിക്ക് ട്രീറ്റ് ചെയ്യാൻ അറിയില്ല.
ഓക്കെ, പറഞ്ഞോളൂ ചോദിച്ചോളൂ. മാഡം. മാമിന്റെ ആ റെക്കോർഡിന്റെ അതിനകത്ത് ചോദ്യം വന്നിട്ടുണ്ടല്ലോ, നമ്മൾ സോഴ്സ് എവിടെ നിന്നാണ് ഇതിനു മുമ്പിൽ സൈക്യാട്രിക് ഹിസ്റ്ററി ചോദിച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചേ. അത് നമുക്ക് ഹിസ്റ്ററി ഉള്ളവരെ നമ്മൾ നോക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് കുറച്ച് ദിവസം മുന്നേ ഒരു പേഷ്യന്റ് വന്നു. ആ പേഷ്യന്റിന് ബ്രേക്കപ്പ് ഇഷ്യൂ ആണ്. ഞാൻ ഈ അടുത്ത് ഡോക്ടർ പ്രജീഷ് പാലന്ദ്രയുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 1/2 മണിക്കൂറെങ്കിലും നിങ്ങളോട് സംസാരിക്കാത്ത ഒരു സൈക്യാട്രിസ്റ്റ് എഴുതി തരുന്ന മരുന്ന് കുടിക്കരുത് എന്ന്. 1/2 മണിക്കൂർ എങ്കിലും വേണം ഒരു ചെറിയ ഡയഗ്നോസിസ് നടത്താൻ. 10 മിനിറ്റ് സംസാരിച്ചിട്ട് മരുന്ന് എഴുതി കൊടുക്കുന്ന സൈക്യാട്രിസ്റ്റിന് മരുന്ന് കുടിക്കരുത്. കാരണം അത് എന്റെ അനുഭവം കേട്ടോ ഞാൻ പറയുന്നത്. എനിക്കൊരു പേഷ്യന്റ് വന്നു 2 ആഴ്ച മുന്നേ, എന്തായതാണ്, ബ്രേക്കപ്പ് ആയതാണ്. ആ ബ്രേക്കപ്പ് കഴിഞ്ഞപ്പോ ആൾക്ക് കുറച്ച് ഉറക്കക്കുറവ്, കുറച്ചൊരു ആൻസൈറ്റി ഇഷ്യൂസ്. ആള് അറിയില്ലായിരുന്നു സൈക്കോളജിസ്റ്റിന്റെ അടുത്താണ് പോവേണ്ടതെന്ന്. സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോയി 10 മിനിറ്റ് എങ്ങാനും സംസാരിച്ചിട്ട് നല്ല ഡോസ് ആൻസൈറ്റിന്റെ മെഡിസിൻ ആണ് എഴുതി കൊടുത്തത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ബ്രേക്കപ്പിന് എഴുതി കൊടുത്തത് ആൻസൈറ്റിയുടെ മരുന്നാണ്. ഞാൻ ആകെ ഞെട്ടിപ്പോയി. സംസാരിച്ചപ്പോ ഗ്രീവൻസ്, ബ്രേക്കപ്പ് ഉണ്ടായാലും സങ്കടം ഉറപ്പാണ്. അപ്പൊ ഒരു ആൻസൈറ്റിയും ഇൻസോംനിയും ഒക്കെ ഉണ്ടാവും. എപ്പോഴാണ് ഒരു അറ്റ്ലീസ്റ്റ് അതൊരു 6 മാസമെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഡയഗ്നോസിസിലേക്ക് എത്തത്തുള്ളൂ. ഇത്രയും ആൻസൈറ്റി, അത്രയും ഇഷ്യൂ ഉണ്ടെങ്കിലാണ് ഒരു മെഡിസിൻ കൊടുത്ത് കൺട്രോൾ ചെയ്യുക. ഞാൻ ആളെ മെഡിസിൻ സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു, തെറപ്പി കൊടുത്തു. 2 സെഷനോട് ആൾ ഓക്കെ ആയി. കാരണം പിന്നെ അയാൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ഗ്രീവൻസ് പീരീഡ് ആണ്. ശരിക്കൊരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് അന്നേരം വേണ്ടിയിരുന്നത്. അതാണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കേണ്ടി തന്നെ വരും. മിക്ക കേസുകളിലും എനിക്ക് വരാറുണ്ട്, സൈക്യാട്രിക് മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും, അറിയില്ല അവർക്ക് എവിടെയാ പോവേണ്ടത് എന്ന് അറിയായിട്ടാണ്. അത് വലിയൊരു ഇഷ്യൂ ആണ്. അത് ശരിക്കും അതിനൊരു ഇതെന്തേലും കൊടുക്കേണ്ടതാണ്. ഒത്തിരി ഞാൻ പൊതുവേദിയിൽ പോയാൽ ഞാൻ ആദ്യം പറയല്, ഞാൻ മാനസിക രോഗത്തിന് ചികിത്സിക്കുന്ന ആളല്ല. എനിക്കൊരു മാനസിക രോഗിയെ ചികിത്സിക്കാൻ അറിയില്ല. ഐ എം നോട്ട് എ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ്. വൈസ് വേഴ്സ കേട്ടോ. നിങ്ങൾ പിന്നെ സാധാരണ ഇൻസൈറ്റ് ഉള്ള പ്രശ്നങ്ങൾ ഉള്ളതാണെങ്കിൽ നിങ്ങൾ പോവരുത് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത്. നിങ്ങൾ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിന്റെ അടുത്താണ്. കാരണം ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഡയഗ്നോസിസ് ആണ് അവർക്ക് പ്രാധാന്യം. മാനസിക രോഗം പലരും തെറ്റായിട്ട്. മാം എക്സ്ക്യൂസ് മീ മാം, ഒരു കാര്യം ചോദിക്കട്ടെ, ശരിയാണോ ചോദിക്കുന്നത് എന്നോ പിടിച്ചായിരുന്നു. ഒരു സ്കീസോഫ്രീനിക് ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. സ്കീസോഫ്രീനിക് എന്ന് പറഞ്ഞാൽ പ്യുവർലി സൈക്യാട്രിക് ഇഷ്യൂ അല്ലേ? അതില് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ അതില് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെ റോൾ എന്താ? ശരിക്കും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് റോൾ തെറപ്പി കൊടുക്കുക എന്നുള്ളതാണ്. പക്ഷെ ദാറ്റ് ഇസ് വെരി ഡിഫറെന്റ് ഫ്രം നോർമൽ പേഴ്സൺസ് തെറപ്പി. അത് സ്കീസോഫ്രീനിക് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർലി സൈക്യാട്രിക് ആയിരിക്കെ, അത് സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോവല്ലേ നന്നാവുക? അതെ, സൈക്യാട്രിസ്റ്റ്. പക്ഷെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മരുന്ന് കൊണ്ട് ഒരു മാനസിക രോഗവും മാറൂല. മരുന്ന് മാത്രം കൊണ്ട്. അതാണ് ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. മരുന്ന് കൊണ്ട് എങ്ങനെയാണ് മനസ്സിനെ മാറ്റാൻ പറ്റുക? മരുന്ന് കൊണ്ട് മാറ്റുന്ന എന്താ? ഈ മാനസിക പ്രശ്നം കൊണ്ട് തന്നെ ശാരീരികപരമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുകളും അതുപോലെ എലിവേറ്റ് ചെയ്ത് നിൽക്കുന്ന പല കാര്യങ്ങളും സബ്ഡ്യൂ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഹെവി ഡിപ്രഷൻ ആണെങ്കിൽ അവരുടെ ബ്രെയിനൊക്കെ ഡൗൺ ആയിട്ട് ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ ECT തന്നെ കൊടുക്കണം. നമ്മളെ ഷോക്ക് ട്രീറ്റ്മെന്റ് എന്ന് പറയുന്ന സാധനം. മരുന്ന് കൊണ്ട് മാത്രം മാറില്ല, അതിന് തെറപ്പിയും വേണം. പക്ഷെ റിയാലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടില് മരുന്നേ ഉള്ളൂ. മാനസിക രോഗികൾക്ക് കേട്ടോ തെറപ്പി എന്ന് പറയുന്ന സാധനമില്ല. ക്ലിനിക്കൽ സൈക്കോളജി അതാ പഠിക്കുന്നത്, മാനസിക രോഗികൾക്ക് തെറപ്പി കൊടുക്കാനുള്ള. യെസ്, there is therapies for severe mental disorders. ഒരു നമ്മൾ പറയും മേജർ ഡിപ്രസീവ് ഡിസോർഡർ വരുന്ന ഒരാളെ നമ്മൾ സൈക്യാട്രിസ്റ്റിനെ റെഫർ ചെയ്യും. മാം പറയുന്നത് സ്കിസോഫ്രീനിയ മരുന്നില്ലാതെ തെറാപ്പി കൊണ്ട് സുഖപ്പെടുത്താനാണോ? ഒരിക്കലും ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല. മരുന്നും തെറപ്പിയും. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. സിവിയർ ഡിപ്രഷൻ ഉള്ള ഒരാൾ നമ്മൾ സൈക്യാട്രിസ്റ്റിന്റെ അടുത്തേക്ക് പറഞ്ഞയക്കും. മെഡിസിൻ വേണം. അവിടെ ഡോപ്പമിൻ സെറോട്ടോണിന്റെ ഒക്കെ വ്യതിയാനം നമുക്ക് തെറപ്പിയിലൂടെ മാറ്റാൻ പറ്റില്ല. തെറപ്പി പ്ലസ് മെഡിസിൻ, അതാണ് ശരിക്കും മാനസിക രോഗത്തിന്റെ ചികിത്സ. അതന്നെയാണ് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പഠിക്കുന്നത്. ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് പഠിക്കുന്നത് എന്താ? മാനസിക രോഗത്തിനുള്ള തെറപ്പി.
ദാറ്റ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം കൗൺസിലിംഗ് സൈക്കോളജി. അതുകൊണ്ട് തന്നെ CBTക്കൊക്കെ 2 പുസ്തകങ്ങൾ തന്നെയാണ്. സൈക്കോസിന് വേറെ തന്നെ പുസ്തകമാണ്. CBTയില് ശരിക്കും സൈക്കോസിന് വേറെ തന്നെ CBT ആണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ഫ്രം നോർമൽ CBT. അതാണ് വ്യത്യാസം. പക്ഷെ നമ്മുടെ നാട്ടിൽ പലപ്പോഴും മാനസിക രോഗികൾക്ക് മരുന്നുകൾ മാത്രമാണ് കൊടുക്കാറുള്ളത്. പറഞ്ഞോളൂ. CBTയുടെ റിലേറ്റഡ് ആയിട്ടുള്ള 1-2 ബുക്സിന്റെ പേരൊന്ന് റെഫർ ചെയ്യോ ഗ്രൂപ്പില്? ഓഫ് കോഴ്സ് ഒറ്റ പുസ്തകമേ ഞാൻ റെഫർ ചെയ്യുള്ളൂ. ഒറ്റ പുസ്തകം മീൻസ് ഒരൊറ്റ ഓഥറും അവരുടെ മകളും. CBTയുടെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ CBT ഡെവലപ്പ് ചെയ്തത് ആരോൺ ബെക്കാണ്. ബെക്കിന്റെ പുസ്തകവും ബെക്കിന്റെ ഡോട്ടർ ജൂഡിത്ത് ബെക്ക്, ഈ ബുക്സ് ആണ് ഞാൻ റെഫർ ചെയ്യാറും ഞാൻ പഠിക്കും. വേറെ എവിടെയും ഞാൻ പോയി നോക്കാറില്ല. കാരണം എന്തെങ്കിലുമൊക്കെ വേറെ ആർട്ടിക്കിൾസ് ഒക്കെ വന്ന് വായിക്കും എന്നല്ലാണ്ട് ഞാൻ കംപ്ലീറ്റ്ലി CBT പഠിച്ചത് എന്റെ സാറിന്റെ സൂപ്പർവിഷനും പിന്നെ ജൂഡിത്ത് ബെക്കിന്റെ ബുക്ക്. ജൂഡിത്ത് ബെക്ക് ഒരു ബുക്ക് മൊത്തം ഒരു കേസ് വെച്ചിട്ടാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. സാലി എന്ന 18 വയസ്സുകാരി വന്നിരുന്നു, ഡിപ്രഷൻ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആ സാലിയുടെ കേസ് വെച്ചിട്ടാണ് ഒരു പുസ്തകം മൊത്തം ജൂഡിത്ത് ബെക്ക് എഴുതിയിരിക്കുന്നത്. ആ പുസ്തകം വെച്ചിട്ടാണ് നമ്മൾ പഠിക്കുക. ആ പുസ്തകം ഇങ്ങനെ ഇരുന്ന് ശരിക്കും എൻ്റെ അടുത്ത് റെക്കോർഡ് വരെ ഉണ്ട്. ഞാൻ ഇങ്ങനെ വായിക്കും, ഇരുന്ന് എഴുതും. അങ്ങനെയാണ് പഠിക്കുക. സൂപ്പർവിഷൻ ഉണ്ടായിരുന്നു കേട്ടോ. സാറിന്റെ അടുത്ത് കോഴ്സ് ചെയ്തു, CBTയുടെ കോഴ്സ് ചെയ്തു. അതിനുശേഷം കംപ്ലീറ്റ്ലി ഇരുന്ന് പഠിച്ചു. അതിനുശേഷം CBT ചെയ്ത് തുടങ്ങി. ഇപ്പം ഞാൻ കുട്ടികൾക്ക് CBT ചെറുതായിട്ട് പഠിപ്പിച്ചു, റിയൽ കേസസ് ഒക്കെ വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. ഫസ്റ്റ് ബാച്ച് ഇസ് വെരി ഫ്രൂട്ട്ഫുൾ. നന്നായിട്ട് അവർക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളൊക്കെ ആണ്. ഓക്കെ, പറഞ്ഞു വന്നത് CBT ഫോർ സൈക്കോസിസ്. സൈക്കോസിനൊക്കെ തെറപ്പി ഉണ്ട്. ഏത് തെറാപ്പിയും സൈക്കോസിനുണ്ട്. ആരും മെനക്കെടാറില്ല. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. ഒരു മാനസിക രോഗവും ഒരു ദിവസം കൊണ്ട് പൊട്ടിമുളക്കില്ല. തുടക്കത്തിലേ ആവുമ്പം മരുന്ന് പോലും ഇല്ലാതെ മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ ഒരു പരിധി വിട്ട് കഴിഞ്ഞാൽ മരുന്ന് തന്നെ വേണം, പ്ലസ് തെറപ്പി. ഇതാണ് ഞങ്ങൾ പറയുന്നത്. ഓക്കെ ആണോ മാം? ഹെറിഡിറ്ററി ആയിട്ട് ഇത് കിട്ടുന്നതാണോ? ഹെറിഡിറ്ററി ഇസ് എ കമ്പണന്റ്. ഹെറിഡിറ്ററി മാത്രമല്ല, ചുറ്റുമുള്ളവർക്ക് ഒരാളെ മാനസിക രോഗിയാക്കാൻ വേണ്ടി പറ്റും. തനിയാവർത്തന മൂവി കണ്ടിട്ടുണ്ടോ മമ്മൂട്ടിയുടെ? യെസ്. സോഷ്യോ കൾച്ചറൽ ഫാക്ടർ കാരണം മാനസിക രോഗിയായതാണ്. പല ഘടകങ്ങളുണ്ട് മാനസിക രോഗത്തിന് കാരണമായിട്ട്. ഒന്ന് ഹെറിഡിറ്ററി തന്നെയാണ്. പിന്നെ ബയോളജിക്കൽ കമ്പോണൻസ് വരുന്നുണ്ട്. ന്യൂറോ ട്രാൻസ്മിറ്ററിന്റെ ഹോർമോൺസിന്റെ വ്യതിയാനം ഒരു കാരണമാവാറുണ്ട്. ജനറ്റിക്സ് ഒരു കാരണമാവാറുണ്ട്. എന്തിന്? സോഷ്യോ കൾച്ചറൽ ഫാക്ടേഴ്സ്. ഈവൻ സ്കിസോഫ്രീനിയ വൾണറബിൾ ആയിട്ടുള്ള ഒരാൾ, അതായത് ഇപ്പൊ കുടുംബത്തിൽ ആർക്കെങ്കിലും സ്കിസോഫ്രീനിയ വന്നിട്ടുണ്ടെങ്കിൽ, ആ ജനറ്റിക്സ് ഉണ്ടെങ്കിൽ സ്കിസോഫ്രീനിയ വൾണറബിൾ ആണെന്ന് പറയും, വരാൻ ചാൻസ് ഉള്ള ആളാണ്. അയാളെ പോലും നല്ലൊരു സോഷ്യോ കൾച്ചറൽ ഫാക്ടറിലാണ് വളരുന്നതെങ്കിൽ അയാളെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവരാം എന്നാണ് പറയുന്നത്. നേരെ മറിച്ച് അതേപോലെ തന്നെ ഒരാളെ മാനസിക രോഗിയാക്കാനും പറ്റും. അത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികളൊക്കെ മാനസിക രോഗത്തിന് അല്ലെങ്കിൽ മാനസിക പ്രശ്നം ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒറ്റ പണി ചെയ്താൽ നന്നായിട്ട് കമ്പയർ ചെയ്യുക. അവരെ നന്നായിട്ട് കമ്പയർ ചെയ്ത് നോക്ക്. കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്യൂസ് വരും. ഇൻസെക്യൂരിറ്റി, ഇൻഫീരിയോറിറ്റി ഒക്കെ വരും. ഞങ്ങൾക്ക് വരുന്ന കേസിൽ മിക്കതും അവർക്ക് ചൈൽഡ്ഹുഡിൽ നിന്ന് കിട്ടുന്ന ട്രോമാസും കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ്. പലപ്പോഴും നമ്മൾ അത്ഭുതപ്പെട്ടു. കാരണം അങ്ങനെയാണ്, ചൈൽഡ്ഹുഡിൽ കിട്ടുന്ന സാധനം വെച്ചിട്ടാണ് ബോഡി ഷെയ്മിങ്, കമ്പാരിസൺ ഒക്കെ ഘടകങ്ങളാണ്. പിന്നെ വീട്ടില് ഒത്തിരി വഴക്കുകളൊക്കെ കണ്ട് വളരാണെങ്കിൽ ഒബ്വിയസ്ലി വൾണറബിൾ ആണ്. ജനറ്റിക്സിനെക്കാളും ഞാൻ പറയുന്നത്, എനിക്ക് വേണ്ട മിക്ക കേസിൽ ജനറ്റിക്സിൽ എനിക്ക് നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവാറില്ല. നേരെ മറിച്ച് അവരുടെ ചൈൽഡ്ഹുഡ് ഹിസ്റ്ററിയിലേക്ക് പോകുമ്പോൾ നല്ല രീതിക്ക് പ്രശ്നങ്ങൾ കാണാറുണ്ട്. ഓക്കെ ആണോ? അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ഡൗട്ട്സ് ചോദിക്കണം കേട്ടോ. എന്താണെന്ന് അറിയോ, നിങ്ങൾക്ക് ആ ക്ലാരിഫൈ ചെയ്ത് പോകണം. എനിക്ക് അറിയുന്നതൊക്കെ ഞാൻ പറഞ്ഞു. ഓക്കെ, അപ്പൊ പറഞ്ഞു വന്നത് കേസ് സ്റ്റഡി മെത്തേഡ് ആണ്. അപ്പൊ കേസ് സ്റ്റഡി മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സിംഗിൾ പേഴ്സണിനെയോ ഒരു ഫാമിലിനെയോ ഒരു ഇവന്റിനെയോ നമ്മൾ എടുത്ത് പഠിക്കുകയാണ് കേട്ടോ. ദ കേസ് ഹിസ്റ്ററി, ദാറ്റ് ഇസ് ദ പേഷ്യൻസ് പേഴ്സണൽ ഹിസ്റ്ററി ആൻഡ് ഇഡിയോഗ്രാഫിക് മെത്തേഡ് എന്നാണ് ക്ലിനിക്കൽ മെത്തേഡ് ഈ കേസ് സ്റ്റഡി എന്നുള്ളത് ഒറിജിൻ ചെയ്ത്. നമ്മൾ ഓരോ പേഷ്യന്റെയും കേസ് സ്റ്റഡി തന്നെയാണ് എടുക്കുന്നത്. അവരുടെ ജീവചരിത്രം മൊത്തം
ചില തവണ ഞാൻ റൂട്ട് കിട്ടാതെ എങ്ങനെയാക്കി പ്രശ്നം വന്നു റൂട്ട് കിട്ടാതിരിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചൈൽഡ്ഹുഡ് അവർ പറഞ്ഞു തുടങ്ങുമ്പോൾ ഞാൻ ചൈൽഡ്ഹുഡ് ചോദിക്കും. ചിലപ്പോൾ ചിലതിൽ നമുക്ക് അവരുടെ ഇപ്പോൾ ഉള്ള ജീവിതത്തിലൊന്നും വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ലെങ്കിൽ ഞാൻ ചൈൽഡ്ഹുഡിലേക്ക് പോകുമ്പോൾ വ്യക്തമായിട്ട് അവിടെ കാരണം കിടപ്പുണ്ടാവും. വ്യക്തമായിട്ട് അവിടെ കാരണം കിടപ്പുണ്ടാവും. ഇനി അവരെ പറ്റിയിട്ടില്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സിനോട് ചോദിക്കുമ്പോൾ ആ റൂട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് വരും. ഇറ്റ്സ് കേസ് സ്റ്റഡി. ഇറ്റ്സ് വെരി പ്രോമിനന്റ്. കാരണം ഇത് ക്ലിനിക്കൽ മെത്തേഡ് എന്ന് വന്നതാണ്. അതായത് ഒരാളെ ആഴത്തിൽ പഠിക്കുക അതന്നെയാണ്. The case study method often involves simply observing what happens to or reconstructing the case history of a single participant or a group of individuals such as school, class or a specific social group. കണ്ടോ, കേസ് സ്റ്റഡി ഇങ്ങനെയാണ്. സിംപ്ലി ഒബ്സർവ് ചെയ്യാൻ മുതൽ റീകൺസ്ട്രക്ടിങ് ദ കേസ് ഹിസ്റ്ററി വരുന്നുണ്ട്. റീകൺസ്ട്രക്ടിങ് ദ കേസ് ഹിസ്റ്ററി, ഇപ്പം ഉള്ള ഒരു കേസ് ഹിസ്റ്ററി നമ്മൾ റീകൺസ്ട്രക്ട് ചെയ്ത് എടുത്ത് പഠിക്കാറുണ്ട് അല്ലെ. നമ്മൾ ഗജനിയില് നയൻതാരൊക്കെ ചെയ്ത് അങ്ങനെയാണെന്ന് പറയാം. ഒരു ക്ലാസ് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് സോഷ്യൽ ഗ്രൂപ്പ് ഒക്കെ എടുത്ത് പഠിക്കാറുണ്ട് കേസ് സ്റ്റഡി ആയിട്ട്. Case studies allow a counselor to investigate a topic in far more detail than might be possible if they were trying to deal with a large number of research participants. കേട്ടോ, കേസ് സ്റ്റഡി എന്ത് ചെയ്യുന്നുണ്ട്? കൗൺസിലേഴ്സിനെ അലോ ചെയ്യുന്നത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ a topic നല്ല ഡീറ്റെയിൽ ആയിട്ട്. ഇപ്പൊ നമ്മൾ ഈ 13 പേജ് എടുക്കുമ്പോഴേക്കും അവരുടെ മിക്ക കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അവര് പോലും അറിയാത്ത അവരുടെ കാര്യങ്ങൾ. If they are trying to deal with a large number of research participants. അതും എന്താ പറയുന്നത്, more detail that might be possible if they were trying to deal with a large number of research participants ആണെങ്കിൽ പോലും കേസ് സ്റ്റഡി എടുത്താൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ. Therefore, it has advantages as case study method provides sufficient basal factors of the client on which opinion can be drawn easily. ഇപ്പം നിങ്ങൾ അറിയുന്നില്ലേ, പട്ടാള ചിട്ടയോടെ വളർത്തിയൊരു കുട്ടീനെ പിന്നെ കുറച്ച് കഴിഞ്ഞാൽ അവൻ പുറത്തിറങ്ങൂല. എനിക്ക് ഈ അടുത്തൊരു കേസ് വന്നിട്ടുണ്ടായിരുന്നു. അവന് ആൻസൈറ്റി ആണ്, അവന് ആരോടും മിണ്ടുന്നില്ല, അവൻ പുറത്തിറങ്ങുന്നില്ല, വീട്ടിൽ നിന്ന് വെളിയിലായിരുന്നു, ജോലിക്ക് പോകും, വീട്ടിൽ വരും. അതാണ് പാരന്റ്സ് പറഞ്ഞിട്ടുള്ളത്. അവനും പറയുന്നത് എനിക്ക് പുറത്തു പോകാൻ താല്പര്യം. ചെറുപ്പത്തിൽ മുറ്റത്ത് പോലും ഇറക്കാൻ സമ്മതിച്ചിട്ടില്ല. അവന്റെ എല്ലാ കാര്യങ്ങളും ഈ ഫാദറും മദറും തീരുമാനിച്ചത്. പിന്നെ എങ്ങനെയാണ് കുട്ടി സെൽഫ് സഫീഷ്യന്റ് ആവുക? അതാണ് സഫീഷ്യന്റ് ബേസിൽ പഠിക്കുന്നത്. അവനോട് സംസാരിച്ചു, പേരൻസിനോട് സംസാരിച്ചു, ഡീറ്റെയിൽസ് ഒക്കെ എടുത്തു. യെസ്, ദർ ഇസ് എ ക്ലിയർ പിക്ചർ. സഫീഷ്യന്റ് ബേസൽ ഫാക്ടേഴ്സ് ഓഫ് ദ ക്ലയന്റ് നമുക്ക് കിട്ടുന്നു. ഓക്കെ ആണോ? ഓക്കെ ആണോ? കേസ് സ്റ്റഡി എന്താണെന്ന് ഓക്കെ ആണോ? അപ്പൊ നമ്മുടെ അസസ്മെന്റിൽ മെയിൻ ആയിട്ട് 3 മെത്തേഡ്സ് ആണ് വരുന്നത്: ഇന്റർവ്യൂ, ഒബ്സർവേഷൻ, കേസ് സ്റ്റഡി. ഓക്കെ ആണല്ലോ? എല്ലാരും ഒന്ന് പറയൂ, ഓക്കെ ആണോന്ന്? ഓക്കെ മാം. നമുക്ക് ഇന്ന് ഇത്രയും എടുത്തിട്ട് നിർത്താം. ബിക്കോസ് ഈ അടുത്ത് വരുന്നത് ഒറ്റ സ്ട്രെച്ചിൽ എടുക്കാനുള്ള കാര്യങ്ങളാണ്. അതിങ്ങനെ മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഞാൻ ഇന്നിത് തീർക്കാന്ന് വെച്ചത്, പക്ഷെ നമ്മുടെ ഡിസ്കഷൻ വന്നതിനെ കൊണ്ടാണ്. സോ ഇറ്റ്സ് വെരി ഗുഡ് ഡിസ്കഷൻ, നല്ലതാണ്. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യാം, നാളത്തോടെ ഈ ചാപ്റ്റർ തീർത്തരാം. പക്ഷെ നാളത്തെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഞാൻ നാളെ വൈകിട്ടാണ് എടുക്കുക. എനിക്ക് 1-2 ഫാമിലി ഫംഗ്ഷൻസ് നാളെയും മറ്റന്നാളും ഒക്കെ ഉണ്ട്. സോ ഞാൻ നാളെ വൈകിട്ട് എടുത്തിട്ട് തീർത്തിട്ട് ഞാൻ പോവാം. അതായത് 7 മണിയല്ല, ചിലപ്പോൾ 4:30-5 മണിക്ക് എടുത്തിട്ട് തീർത്തിട്ട് ഞാൻ പോവാം. എന്നിട്ട് മൺഡേ ട്യൂസ്ഡേ ഞാൻ ക്ലിനിക്കൽ സൈക്കോളജിയുടെ MPC 011812 എടുക്കാം. കാരണം ശരിക്കും നാളെ ക്ലിനിക്കലാർക്കാണ് വരേണ്ടത്. പക്ഷെ ഞാൻ തീർക്കാം. അവർക്ക് എന്നിട്ട് 2 ദിവസം വെച്ചിട്ട് 1-2 എടുത്ത് കൊടുക്കാം. കാരണം എനിക്ക് അടുത്ത ആഴ്ച റെഗുലർ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പം ഞാൻ ഇന്ന് തീർക്കാൻ വിചാരിച്ചു, പക്ഷെ ഡിസ്കഷൻ ഒക്കെ വന്നതിനെ കൊണ്ട് എനിക്ക് കുറച്ചേ ഉള്ളൂ കേട്ടോ. അപ്പൊ നാളെ ഇതങ്ങ് തീർത്തേക്കും. ഓക്കെ ആണോ? എന്താ പറയാ, ഇന്ന് എന്തായാലും ഇപ്പൊ തീരില്ല, കാരണം ഒത്തിരി ഉണ്ട്. ഇത് മുറിഞ്ഞു പോയി കഴിഞ്ഞാൽ അതിനൊരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഒറ്റ സ്ട്രെച്ചിൽ ഇങ്ങനെ പറയണ്ട. ഓക്കെ ആണല്ലോ? ഓക്കെ ആണല്ലോ? അപ്പൊ ക്ലാസ് വാസ് പ്രൊഡക്റ്റീവ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നാളെ നമ്മൾ വീണ്ടും കാണും. രാവിലെ തന്നെ ഞാൻ ടൈമിംഗ് അറിയിക്കാം. പറ്റുന്നവർ ലൈവിൽ കയറാം, അല്ലെങ്കിൽ നാളെ വീഡിയോ തന്ന ശേഷമേ ഞാൻ പോകത്തുള്ളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ കാണാം. അപ്പൊ നാളെ വീണ്ടും കാണാം. ബൈ, ടേക്ക് കെയർ. താങ്ക് യു.